ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്ര ശ്രുതിയോട് ചോദിക്കുകയാണ്, നിന്റെ അച്ഛൻ്റെ അക്കൗണ്ടിൽ 3 കോടിയാണോ ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ഇരുന്നിങ്ങനെ ഭയങ്കര പൊട്ടിച്ചിരിയാണ്. അപ്പോൾ ശ്രുതി പൊട്ടിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, നീ എന്തിനാ ഞാൻ 3 കോടി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീ ഇരുന്നിങ്ങനെ ചിരിക്കുന്നത്? എന്താ 3 കോടി ഇല്ലേ? അയ്യോ ആൻറ്റി, അതല്ല 3 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ചിരിയാ വന്നത്. അതെന്താണെന്ന് ഞാൻ ചോദിച്ചത്. അതെ, എൻ്റെ അച്ഛൻ്റെ അക്കൗണ്ടിലെ 3 കോടിയല്ല 300 കോടിയുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്ര കണ്ണ് തള്ളിപ്പിടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്താ 300 കോടിയോ? അതെ ആൻറ്റി, എൻ്റെ അച്ഛൻ്റെ അക്കൗണ്ടിലെ 300 കോടിയാ, 300 കോടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് പോവുക. അപ്പം ശ്രുതി പോയി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ ഒരു വെളിവില്ലാതെ ഹാളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് രവി ആണെങ്കിൽ, എന്താ ചന്ദ്രേ, നിന്റെ റിലേ ഒക്കെ പോയോ? നീ എന്താ ഈ അന്തം വിട്ട് കുന്തം പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? എന്തു പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അത് പിന്നെ ശ്രുതിയുടെ അക്കൗണ്ടിൽ എത്രയുണ്ടെന്ന് അറിയാവോ? എത്രയുണ്ട്? ശ്രുതിയുടെ അക്കൗണ്ടിലല്ല, ശ്രുതിയുടെ അച്ഛൻ്റെ അക്കൗണ്ടിൽ എത്രയുണ്ട്? 300 കോടി. 300 കോടി. നീ എന്താ സ്വപ്നം കണ്ടതാണോ ചന്ദ്രേ? അല്ല, ഞാൻ സ്വപ്നം കണ്ടതൊന്നല്ല രവിയേട്ടാ, ഇത് ശ്രുതി തന്നെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാ. ഇനി ആ 300 കോടിയെല്ലാം എൻ്റെ മകൻ ശ്രുതിക്കല്ലേ കിട്ടാൻ പോകുന്നത്. അവൻ രാജാവാകാൻ പോവാ, അവൻ കോടീശ്വരനാകാൻ പോവാ. എനിക്കിതിൽ പരം സന്തോഷം എന്തെങ്കിലും കിട്ടാനുണ്ടോ രവിയേട്ടാ? ഭയങ്കര സന്തോഷം എനിക്ക്. 300 കോടി രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാര കാര്യമാണോ രവിയേട്ടെന്ന് പറഞ്ഞപ്പോഴേക്കും, ദേ ചന്ദ്രേ, ഇങ്ങനെ പണം പണം എന്നും പറഞ്ഞുകൊണ്ട് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നിന്റെ ജീവിതം പോകും. ജീവിക്കാനുള്ള സമയത്ത് സന്തോഷത്തോടെ ജീവിക്കുക. അല്ലെങ്കിൽ പണത്തിൻ്റെ പിന്നാലെ നടന്നു കഴിഞ്ഞാലുണ്ടെങ്കിലേ ജീവിതം പോണ വഴിയറിയാൻ പാടില്ല, വഴിയറിയാതെ പറ്റാതെ പോകും. പിന്നെ ജീവിക്കാൻ മറന്നു പോകും. അതുകൊണ്ട് ആദ്യം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക, അതിനുശേഷം പണത്തെക്കുറിച്ച് ചിന്തിക്കുക. രണ്ടും നമ്മുടെ ലൈഫിൽ ഒരേപോലെ വേണം ചന്ദ്രേ. ഒന്ന് പോരെ രവിയേട്ടാ. പക്ഷേ ഈ കോടികൾ മുഴുവനും കിട്ടിക്കഴിഞ്ഞാലേ എൻ്റെ മകൻ പിന്നെ ആരാണ്? പിടിച്ചു നിൽക്കാനായിട്ട് അവന് കഴിയില്ല. ഓ, നിന്നോടൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് രവി അവിടെ നിന്ന് പോവാ. അപ്പം രവി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും, ഓ രവിയേട്ടന് കുശുമ്പ്. ഇങ്ങേരൊരു ബസ് ഡ്രൈവർ ആയിരുന്നില്ലേ, ഒന്നും സംബോധിക്കാനായിട്ട് പറ്റില്ലല്ലോ. അങ്ങയുടെ അക്കൗണ്ടിൽ വെറും വട്ട പൂജ്യമാണ്. അപ്പോൾ മറ്റുള്ളവരുടെ അക്കൗണ്ടിലൊക്കെ ഇങ്ങനെ പണം ഉണ്ടെന്ന് കഴിയുമ്പോൾ അങ്ങേർക്ക് കുശുമ്പ് തോന്നും. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ശരിക്കും പറഞ്ഞാൽ ശ്രുതി പൊന്മുട്ടയിടുന്ന താറാവാണല്ലേ. അവളെ വിട്ടുകളയാനായിട്ട് പറ്റില്ല. അവളാണ് ഈ കുടുംബത്തിലെ ഐശ്വര്യവും സമാധാനവും ഒക്കെ കൊണ്ടുവരാനായിട്ട് പോകുന്നത് എന്നൊക്കെ ശ്രുതിയെക്കുറിച്ച് വലിയ രീതിയിൽ ചിന്തിക്കുകയാണ് ചന്ദ്ര. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഈ ആൻ്റണിയാണ്. അപ്പോൾ ആൻ്റണി ആണെങ്കിൽ ആരുടെയൊക്കെ ഫോൺ ചെയ്തിട്ട്, പൈസ എല്ലാം എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടാൽ മതി, വേണ്ട കൈക്ക് കൊണ്ട് തരേണ്ട ആവശ്യമൊന്നുമില്ല, അക്കൗണ്ടിലേക്ക് ഇട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രുതിയും മീരയും കൂടി അങ്ങോട്ട് കയറി ചെല്ലുന്നത്. നിങ്ങളോ? ഫോട്ടോ അയക്ക്, എൻ്റെ ഫോണിലേക്ക് വീഡിയോ അയക്ക് എന്ന് പറഞ്ഞപ്പോഴേക്കും, അത് പിന്നെ ആൻ്റണി, എനിക്ക് ആ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അതെന്താ? പാസ്വേഡ് അറിയില്ലായിരുന്നു? അയ്യോ, പാസ്വേഡൊക്കെ അറിയായിരുന്നു. അത് ഞാൻ രഹസ്യത്തിൽ പാസ്വേഡൊക്കെ മനസ്സിലാക്കിയതാണ്. പക്ഷേ എനിക്ക് അവൻ്റെ ഫോൺ എടുത്തിട്ടും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. വീഡിയോ എടുക്കാൻ പറ്റിയില്ലെന്നോ? പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എനിക്ക് ആ വീഡിയോ വേണമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ എങ്ങനെയെങ്കിലും എടുത്തു തരാം. എങ്കിൽ പിന്നെ ചെല്ല്. അതല്ല, ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് സാധിച്ചു തരണം ആൻ്റണി, അല്ലെങ്കിൽ അവനെക്കൊണ്ട് ശല്യം ഒരുപാടാണ്. നിങ്ങളാദ്യം വീഡിയോ എടുത്ത് തരൂ, അതിനുശേഷം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കാം. അപ്പോഴേക്കും മീരയാണെങ്കിൽ, അത് അവർ വീഡിയോ എടുത്ത് തരുമെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ നിങ്ങളിങ്ങനെ തമ്പിട്ട് നിൽക്കുന്നത്? നിങ്ങൾ അവരെ തീർക്കുന്നേ പറഞ്ഞപ്പോഴേക്കും അതൊന്നും സാധിക്കില്ല. നിങ്ങൾ വീഡിയോ എടുത്ത് തരാതെ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യവും എനിക്ക് ചെയ്തു തരാനായിട്ട് സാധിക്കില്ല. അതിനെ കൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട കാര്യമോ ഇല്ല. നിങ്ങളെ പോകാനായിട്ട് നോക്ക് എന്ന് പറയാം. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ, പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, നടക്കൂല, നിങ്ങൾ പോയ വഴിയെ പോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ, എങ്ങനെയെങ്കിലും അവൻ്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ എടുക്കണം, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഇല്ലാതെയാകും, എനിക്ക് വീഡിയോ എടുത്തേ മതിയാവുള്ളൂ എന്നൊറ്റ ചിന്തയോട് കൂടി തന്നെ നിൽക്കുകയാണ് ശ്രുതി. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയെ കാണാനായിട്ട് ശ്രുതിയുടെ കൂട്ടുകാരൻ വന്നിരിക്കുകയാണ്. എടാ പറയടാ, എന്തായി കാര്യങ്ങളെല്ലാം, ആ ഡീല് കിട്ടിയോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക്, പിന്നെ അല്ലാതെ ആ ഡീല് കിട്ടാതിരിക്കോ, ആ ഡീല് കിട്ടി എന്ന് പറയാം. അപ്പോൾ ഇതായിട്ട് ശ്രുതിയാണെങ്കിൽ അന്തം വിട്ടൊക്കെ നോക്കും, നിങ്ങൾ ഏത് ഡീലിനെ കുറിച്ചാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, ഏതാ ഡീല്? അതെ,
അതൊക്കെയുണ്ട് ശ്രുതി. അത് പിന്നെ ഒരു വലിയ കമ്പനിയായിട്ടാ നമുക്ക് കുറേ പ്രൊഡക്റ്റുകളെല്ലാം അയാൾ ഇറക്കി തരും. അത് കഴിഞ്ഞപ്പോഴേക്ക് വലിയ കമ്പനി ആയിട്ടോ. അയ്യോ, അത്രയും വലിയ കമ്പനി ആയിട്ടൊക്കെ നമ്മളിപ്പോൾ ഡീൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ നല്ല പൈസ കൊടുക്കണ്ടേ? അത്രയൊന്നും പൈസ നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ ശ്രുതി. പിന്നെ എന്ത് ചെയ്യും? ആ, അത് ശരിയാണല്ലോ, അത്രയും പൈസ ഞങ്ങളുടെ കയ്യിൽ ഇല്ലടാ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, ഏയ് പെങ്ങളെ, പൈസയൊന്നും വേണ്ടെന്നേ, ഒരു വിശ്വാസം മതി. പിന്നെ ഈവൻ നല്ല ടാലൻ്റ് ഉള്ള ആളാണെന്ന് അറിയണം, നല്ല കരുത്തുള്ള ബിസിനസ്മാനാണെന്ന് അറിയണം. അതൊക്കെ അറിഞ്ഞാൽ മതി, പൈസയുടെ ആവശ്യമില്ല. അവർ ഫ്രീ ആയിട്ട് സാധനങ്ങളെല്ലാം ഇറക്കി തരുമെന്ന് പറയാം. ഇത് കേട്ട ശ്രുതിയാണെങ്കിലോ, പൈസയൊന്നും വേണ്ടേ? പൈസയൊന്നും വേണ്ടെങ്കിൽ ഈ ഡീൽ ഉറപ്പിക്കുന്നത് നല്ലതാണ്. കാരണം അത്രയും വലിയൊരു കമ്പനിയായിട്ട് ബിസിനസ്സൊക്കെ ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ലെവലെത്തും. ആ ശ്രുതി, നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണെന്നൊക്കെ പറയാം. അപ്പോഴേക്കും നമ്മുടെ ഈ ഈ കൂട്ടുകാരൻ ഇങ്ങനെ സംസാരിക്കണം. അതുമാത്രമല്ല കേട്ടോ, നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഒക്കെ എന്നോട് ചോദിച്ചായിരുന്നു. പക്ഷേ ഞാനങ്ങനെ കുറേ തള്ളി മറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താടാ, എടാ സച്ചി ആണെങ്കിൽ ഒരു കാർ ഡ്രൈവർ, എൻ്റെ അച്ഛനായിരുന്നെങ്കിൽ KSRTC ഡ്രൈവർ ആയിരുന്നു. പിന്നെ എൻ്റെ ഇളയ അനിയനാണെങ്കിൽ അതേ ഹോട്ടലിൽ പാചകം ചെയ്യാൻ പോകുന്നു. പിന്നെ സ്റ്റാൻഡേർഡ് ഉള്ളത് എനിക്ക് മാത്രമാണ്. പിന്നെ എടാ അവരെയൊക്കെ എങ്ങനെ പരിചയപ്പെടുത്തൂടെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, അതേ ഞാൻ ഏതായാലും അവരോട് പറഞ്ഞിട്ടുണ്ട്. ദേ സച്ചിക്ക് 50 കാറുള്ള ഉടമയാണെന്ന്, ആ 50 കാറിൻ്റെ ഉടമയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ട്രാവൽ ഏജൻസി തന്നെ ഉണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. 50 കാറിൻ്റെ ഉടമയോ? എന്തൊക്കെയാണ് ഈ പറയുന്നത്? അവൻ 50 കാറിൻ്റെ ഉടമയെന്ന് സച്ചി സ്വപ്നം കാണാൻ പോലും അവന് പറ്റില്ല. പിന്നെയാണ് 50 കാറിൻ്റെ ഉടമയെന്നൊക്കെ പറയുന്നത്. പിന്നെ നിൻ്റെ ഇളയ അനിയനില്ലേ, ഒരു സ്വന്തമായിട്ടൊരു ഹോട്ടലുണ്ടെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എടാ ഇതൊക്കെ ഈ കള്ളത്തരമൊക്കെ പറയുന്ന അത്ര വലിയ ശരിയുള്ള കാര്യമുള്ള കേട്ടോടാ. പിന്നെന്താ, നീ എന്താ കള്ളത്തരം പറയുന്നില്ലേ? അയ്യടാ, സത്യസന്ധമായിട്ട് ജീവിച്ച ഒരു മനുഷ്യൻ, ഒന്ന് പോടാ. പിന്നെ എടാ, നമ്മുടെ ബിസിനസ്സൊക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ കുറച്ച് കള്ളത്തരമൊക്കെ പറയണം. അതല്ല, ശ്രുതി എപ്പോഴും ജെന്യുവിനായിട്ട് പോകണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണേ. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് കള്ളം പറയുന്നത് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ശ്രുതി ഞെട്ടിപ്പോവുക. കാരണം അവൻ്റെ കൂടെ പിടിച്ചു നിൽക്കുന്നത് വരെ കള്ളത്തരം പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഞെട്ടിപ്പോയിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ അയ്യോ അതൊന്നും സാരമില്ല, നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയല്ലേ, അതുകൊണ്ട് ശ്രുതി കുറച്ചൊക്കെ കള്ളങ്ങൾ നമ്മൾ പറയാം, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ബിസിനസ് പിടിച്ച് നിൽക്കണ്ടേ? കണ്ടോ, പെങ്ങൾക്ക് കാര്യം മനസ്സിലായി. നമ്മുടെ ബിസിനസ് പിടിച്ച് നിൽക്കണമെങ്കിൽ നമ്മളിങ്ങനെ ചെറിയ ചെറിയ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവർക്ക് വലിയൊരു പാർട്ടി കൊടുക്കണം, അതും 5 സ്റ്റാർ ഹോട്ടൽ വെച്ച് വേണം. പാർട്ടിയോ? അതിനൊന്നും പറ്റുന്നില്ല, പാർട്ടിയൊന്നും ചെയ്യാൻ സമ്മതിക്കത്തേ ഇല്ല. എടാ അതിനൊക്കെ വലിയ പണമാകൂടാ, അതൊന്നും സാധിക്കുന്നില്ല. എടാ പാർട്ടി ഏതായാലും തീർത്തേ മതിയാവുള്ളൂ. നീ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി ആ 5 സ്റ്റാർ ഹോട്ടൽ വെച്ച് പാർട്ടി നടത്തണം. എന്നാലേ അവർ നിങ്ങൾ വലിയ വലിയ ആൾക്കാരാണെന്നൊക്കെ വിചാരിക്കുള്ളൂ. അല്ലെങ്കിൽ പണി വാളും, നിനക്ക് ഈ വലിയ ബിസിനസ്സൊന്നും കിട്ടത്തുമില്ല. ഇതിപ്പോൾ എങ്ങനെയാണ്? ശരി, ഞാനൊന്ന് ശ്രമിച്ച് നോക്കാം. നീ ശ്രമിച്ച് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കൂട്ടുകാരൻ പോവാണ്. ശ്രുതി എന്ത് ചെയ്യും? വലിയ ഹോട്ടലിൽ വെച്ചൊക്കെ പാർട്ടിയൊക്കെ നടത്തണ്ടേ, നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എങ്ങനെയും ചെയ്തല്ലേ മതിയാവുള്ളൂ. നമുക്ക് ഈ വലിയൊരു ബിസിനസ് ഡീൽ കിട്ടണ്ടേ എൻ്റെ ശ്രുതി, അപ്പോൾ നമ്മൾ ചെയ്തല്ലേ മതിയുള്ളൂ. അതല്ല, നമ്മൾ ഈ പാർട്ടിക്ക് ഇവരെ വിളിച്ചുകൊണ്ട് പോയാലും സച്ചിയും അച്ഛനും അതേപോലെ തന്നെ ശ്രീകാന്തൊക്കെ സത്യങ്ങൾ തുറന്നു പറയും. അത് പറഞ്ഞ സത്യം തന്നെ, ഇവരെ കണ്ടാൽ പണക്കാരാണെന്ന് തോന്നിക്കൂല. ഈ സച്ചിയെ കണ്ട തനി ലോക്കൽ, രേവതിയും അതേപോലെ തന്നെ. വർഷ വലിയ പണക്കാരി ആണെങ്കിലും അവളെ കണ്ടാലും ലോക്കലായിട്ടൊക്കെ തോന്നുള്ളൂ. ശ്രീകാന്തും അതേപോലെ തന്നെയാണ്. പിന്നെ എന്ത് ചെയ്യും? എനിക്കൊരു ഐഡിയ ഉണ്ട്. ഇവർ സത്യങ്ങളൊന്നും പറയാതിരിക്കാനും ഇവരെ നല്ല റിച്ചായി കൊണ്ടുപോകാനുള്ള ഒരു ഐഡിയ ഉണ്ടെന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയാം. ഇത് ഏട്ടാ ശ്രുതി എന്ത് ഐഡിയ എന്നൊക്കെ ശ്രുതി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചെവിയിൽ കുറേ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അത് കൊള്ളാം, ഈ പ്ലാൻ വർക്കൗട്ട് ആകും ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് ഇവർ നേരെ വീട്ടിലേക്ക് ചെല്ലുക. അപ്പോൾ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടിരിക്കുക. അപ്പോൾ എല്ലാവരും ആണെങ്കിൽ ശ്രുതിയെ തന്നെ നോക്കി. അപ്പോൾ ശ്രുതിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ആലോചിച്ചുകൊണ്ട് പരക്കമായി നടക്കുക. ഇത് കണ്ട സച്ചിക്കാണെങ്കിൽ കലി വരികയാണ്. ഇവനെന്താണ് ഈ പരക്കമായി നടക്കുന്നത്? മനുഷ്യൻ്റെ ഉറക്കവും കളയാനായിട്ട് ഇവനെന്തോ പറയാനുണ്ടെന്നും പറഞ്ഞല്ലേ വിളിച്ചു വരുത്തിയത്. ചന്ദ്രയാണെങ്കിൽ നീ ഒന്ന് വെയിറ്റ് ചെയ്യടാ, എൻ്റെ മോൻ ആലോചിക്കുകയാണ്, അവൻ ആലോചിക്കട്ടെ, അതിനുശേഷം കാര്യങ്ങളെല്ലാം തുറന്നു പറയും. അപ്പോൾ രവിക്കും കലി വന്നിട്ട്, എടാ ശ്രുതി, നീ കുറേ നേരമായി ഞങ്ങളെ വിളിച്ചു വരുത്തിയിട്ട്, ഞാനിപ്പോൾ എണീറ്റ് പോവേ. അയ്യോ അച്ഛാ, അച്ഛൻ എണീറ്റ് പോവല്ലേ, ഞാൻ കാര്യത്തിലേക്ക് വരാം അച്ഛാ. അച്ഛനെ ഒന്ന് എണീറ്റേ.
എന്നോട് അല്ല അച്ഛാ, എനിക്ക് അവിടെ ഇരുന്നാലേ കാര്യങ്ങളെല്ലാം പറയാൻ പറ്റുള്ളേ, അതുകൊണ്ടാ അച്ഛനോടൊന്ന് എണീക്കാനായിട്ട് പറഞ്ഞത്. അപ്പം സച്ചി, അച്ഛ ഒന്ന് എണീറ്റ് കൊടുത്തേക്ക്, അവൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോട്ടെ, ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മുടെ രവി അവിടെ നിന്ന് എണീറ്റ് കൊടുക്കുക. അയ്യോ അച്ഛൻ ഇത്രയേ ഉള്ളെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ അങ്ങനെ കാലുമേ കാലും കയറ്റി കഴിഞ്ഞപ്പോഴേക്കും രവിയുടെ ഒരു നോട്ടം പേടിച്ചിട്ട് ശ്രുതി ആ കാലെടുത്ത് താഴത്തേക്ക് ഇടുകയാണ്. ഇനി നീ കാര്യം പറയടാ. അത് പിന്നെ ഒരു വിശേഷമുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിലൊരു വിശേഷമുണ്ടെന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട കാര്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചിയാണില്ല മനസ്സിലായടാ, നീ കട ഓപ്പൺ ചെയ്തിട്ട് 100 വർഷം ആകണല്ലേ? ആണോ? 100 വർഷമായോ? ആണോ ശ്രുതി? അത് പിന്നെ ആയെന്ന് 100 വർഷം, സോറി 100 ദിവസം ആകുന്നല്ലേ? ആണോ ശ്രുതി? 100 ദിവസം ആകുന്നുണ്ടോ ശ്രുതി എന്ന് പറഞ്ഞപ്പോഴേക്കും ആണെന്ന് തോന്നുന്നു, 100 ദിവസം ആയെന്ന് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാ. 100 ദിവസമായി, അതുപോലും ഓർമ്മയില്ല. സച്ചിക്ക് ഓർമ്മയുണ്ടെന്ന് രവി പറഞ്ഞപ്പോൾ ചന്ദ്ര എടുത്ത് വായിക്കും. അല്ലെങ്കിലും ഇവർക്കൊക്കെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനാണല്ലോ സമയം. അതുകൊണ്ടാ ഇവൾക്കും ഇവളുടെ കെട്ടിയോനൊക്കെ അമ്മേ വേണ്ടമ്മേ, വേറെ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കരുത്. സച്ചിയേട്ടനല്ല മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത്, അമ്മയാ ഈ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതെന്നൊക്കെ ചന്ദ്രയെ പൊളിച്ചെടുക്കുന്ന രീതിയിൽ പറയണം. നിർത്ത്, ഞാനിപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നത് വേറൊരു കാര്യമാണെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും രേവതി ആണെങ്കിൽ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായി സച്ചിയേട്ട, അതായിരിക്കും. ഓ അത് ശരി, നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണല്ലേ? അപ്പോൾ ആണോ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്? കണ്ടോ, അതുപോലും ആർക്കും ഓർമ്മയില്ല. അതെ, ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാ. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞപ്പോഴേക്കും 5 സ്റ്റാർ ഹോട്ടലാ? എടാ നിനക്ക് അതിനുള്ള പൈസയൊക്കെ ഉണ്ടോടാ? അപ്പോൾ സച്ചിയാണെങ്കിൽ എവിടെന്നെങ്കിലും കട്ടും മോഷ്ടിച്ചുകൊണ്ട് വന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ വല്ല കടവും മേടിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ ശ്രുതിക്ക് കലി വരികയാണ്. ശ്രുതിയെക്കുറിച്ച് അങ്ങനെയൊന്നും പറയരുത് സച്ചി, എൻ്റെ ഭർത്താവിൻ്റെ കയ്യിലൊക്കെ നല്ല പൈസയുണ്ട്. ഞങ്ങൾ അതുകൊണ്ടാണ് 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ച് ഇത് നടത്താമെന്ന് വിചാരിച്ചത്. രവിയാണെങ്കിൽ മോനെ ഇത് അധിക ചിലവല്ലേ, അതങ്ങനെ ചെയ്യണം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അച്ഛാ അത് വേണം, വലിയ ബിസിനസ്സുകാരനൊക്കെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ബിസിനസ് പ്ലാനും കൂടിയാണല്ലേ എന്ന് ശ്രീകാന്ത് വർഷയൊക്കെ ചോദിക്കണം. അതെ, ഇതൊരു ബിസിനസ് മീറ്റിങ്ങും ബിസിനസ് പ്ലാനൊക്കെ കൂടിയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും വരണം, നമുക്ക് അവിടെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാം. ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും നിനക്ക് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ആഘോഷിക്കാം. അപ്പോൾ ശ്രുതിയുടെ മനസ്സിൽ പോകുന്നത് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വരുമ്പോൾ സച്ചിക്ക് കുടിക്കാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ലെക്ക് കെട്ട് ബോധം കെട്ട് അവിടെ കിടക്കും. അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പെട്ടെന്ന് പറ്റും എന്നൊക്കെ ശ്രുതി മനസ്സ് ചിന്തിക്കുക. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. ബൈ.